ഏപ്രിൽ 10 രാവിലെയാണ് ആലപ്പുഴ മാന്നാർ സ്വദേശിയായ പ്രശാന്തിനെ ജോലി നൽകാമെന്ന് പറഞ്ഞ് കോട്ടയത്തുള്ള ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തിയത്. ലോഡ്ജിൽ നിന്ന് ഇന്നോവ കാറിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ മർദ്ദനം കൂടി. പണവും സ്വർണവും ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനമെന്ന് യുവാവ് പറയുന്നു. എനിക്ക് സ്വർണ്ണമായിട്ടൊരു ബന്ധവുമില്ല, ഒന്നുമില്ല. പിന്നെ ഇടി തുടങ്ങി. ഒരു ദിവസം ഫുൾ ഇടിയായിരുന്നു. രാത്രി പിന്നെ തണ്ടൂർ ഇവരെ തിരിച്ചിവിടെ കൊണ്ടുവന്നു. മാന്നാർ വന്നപ്പോഴാണ് സംഭവം നാട്ടിൽ അറിയുന്നത്. അറിഞ്ഞിട്ട് തിരിച്ച് തന്നെ ഇവിടെ വെച്ച് തന്നെ കല്ലിനടിച്ചായിരുന്നു. കല്ലിനടിച്ചു. തിരിച്ച് തന്നെ ഇവിടുന്ന് നേരെ കോട്ടത്ത് കൊണ്ടുപോയി അവിടെ റൂമിൽ കിടത്തി. പിറ്റേ രാവിലെ അവിടെ തന്നെ വിളിക്കും സംക്രാന്തി കൊണ്ടുപോയിട്ട് പറഞ്ഞു 50,000 തരുവാണെങ്കിൽ എന്നെ വിട്ടേക്കാന്ന് പറഞ്ഞു. പ്രശാന്തിന്റെ മുഖത്തും കണ്ണിനും ഗുരുതരമായി പരിക്കേൽക്കുകയും താടിയെല്ലു പൊട്ടുകയും ചെയ്തു. ഇതിനിടെ പ്രശാന്തിനെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം മാന്നാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് അന്വേഷിക്കുന്നതറിഞ്ഞതോടെ യുവാവിനെ പ്രതികൾ വഴിയിൽ ഉപേക്ഷിച്ചു കടന്നുകളഞ്ഞു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് കോട്ടയം പാമ്പാടി സ്വദേശി രതീഷ് ചന്ദ്രൻ പിടിയിലായത്. തുടർന്ന് വെസ്റ്റ് വേളൂർ സ്വദേശികളായ നിഖിൽ, മനു കെ ബേബി, പാമ്പാടി സ്വദേശി സഞ്ജയ് സജി എന്നിവരെയും പോലീസ് പിടികൂടിയത്. ഒന്നാം പ്രതിയായ രതീഷ് ചന്ദ്രന് കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിൽ ആംസ് ആക്ട് കേസും, മൂന്നാം പ്രതിയായ മനു കെ ബേബിക്ക് കോട്ടയം വെസ്റ്റ് മണർകാട് പോലീസ് സ്റ്റേഷനുകളിൽ അടിപിടി കേസുകളും, നാലാം പ്രതിയായ സഞ്ജയ് സജീവിന് എറണാകുളം ജില്ലയിലെ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ മർഡർ കേസും, അതുപോലെ തന്നെ പള്ളിക്കത്തോട് സ്റ്റേഷനിൽ മോഷണ കേസും അടിപിടി കേസും ഉൾപ്പെടെ വിവിധ കേസുകളിൽ പ്രതികളാണ് ഈ അറസ്റ്റിലായ ഇവർ. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.